ബി.ജെ.പിയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്, അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടില്ല, പ്രകാശ് ജാവേദ്കറുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, പോളിംഗ് ദിനത്തിൽ കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയതിൽ അസ്വാഭാവികതയൊന്നുമില്ല, താൻ വഴി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണ്. ജാവേദ്കർ കഴിഞ്ഞ വർഷം മാർച്ച് 15-നാണ് വന്നത്, കൊച്ചുമകന്റെ പിറന്നാൾ ദിനത്തിലാണ് വന്നത്. ആകെ സംസാരിച്ചത് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ്. വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് തൻ്റെ ശീലമല്ല എന്നും ഇ.പി. മാധ്യമങ്ങളോട് പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? തൃശ്ശൂരിലും ദുബായിലും ഒരു ചർച്ചയും നടന്നില്ല. കൂട്ടുകെട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് സമൂഹത്തിന് ആകെ ബാധകമാണ്. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തൽ നാളെ ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാൻ ഇരിക്കെയാണ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജയരാജനെതിരെയുള്ള നടപടിക്ക് സാധ്യതയുണ്ട്. ഇ.പി.യുടെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കടുത്ത വെട്ടിലാക്കി എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കളും ഇ.പി.യെ തള്ളി പറഞ്ഞിരുന്നു. കർശനമായ നടപടി ആലോചിക്കേണ്ടി വരുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. മുമ്പ് ബന്ധു നിയമന വിവാദമുയർന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ ഇടപെട്ടാണ് ഇ.പി. ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പുതിയ വിവാദത്തിൽ കേരളത്തിൽ ആലോചിച്ച ശേഷം എന്ത് നടപടി വേണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും. കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാലിനെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ ചരട് വലിച്ചയാളാണ് ജാവേദ്കർ. ഇ.പി.യുടെ ബി.ജെ.പി ബന്ധത്തെക്കുറിച്ച് ആദ്യ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജന് ബിസിനസ് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് വി.ഡി. സതീശന് ആരോപണം ഉണ്ടായിരുന്നത്. ബി.ജെ.പി CPM എന്ന് പറയുന്നത് പോലെയാണ് നിരാമയ വൈദേകം റിസോർട്ട് എന്ന പെരുമാറ്റമെന്നും സതീശൻ ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിക്കൊണ്ട് ഇ.പി. രംഗത്ത് വന്നിരുന്നത്.